തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് മോദി സർക്കാർ പിന്മാറണമെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടരുകയാണ്. ഇപ്പോൾ സന്തോഷ് എം ചേരുന്നു. സന്തോഷ്, ആദ്യം CITUവിൻ്റെ ഇപ്പോൾ സമ്മേളനത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച്. അജിംഷാദ്, ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ എല്ലാവരും ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ CITUവിൻ്റെ പ്രക്ഷോഭം കൂടുതൽ യോജിച്ച പ്രക്ഷോഭം ഉണ്ടാകണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ചയിൽ ഉയർന്നു വരുന്നത്. രാജ്യത്തെ തൊഴിലാളികൾക്കൊപ്പം തന്നെ കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാം തന്നെ കൊണ്ട് യോജിച്ച പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ള പൊതുവികാരമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ലേബർ കോഡുകളെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് സമ്മേളനം നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ പ്രമേയങ്ങളും സമ്മേളനം പാസ്സാക്കുന്നുണ്ട്. അതിൽ ഇന്ന് സമ്മേളനം അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ പ്രമേയമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന ഈ ഒരു നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം എന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ആ രീതിയിൽ ഈ തൊഴിലാളി നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സർക്കാർ നേരിടേണ്ടി വരും. അത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സമ്മേളനം CITU സമ്മേളനം കേന്ദ്ര സർക്കാരിന് നൽകുന്നത്. അതേസമയം തന്നെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം കൂടി സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യവൽക്കരണ നയങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യവും സമ്മേളനം ഉന്നയിച്ചിട്ടുണ്ട്. വളരെ തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ രാജ്യത്തെ തൊഴിലാളികൾ കടന്നുപോകുമ്പോൾ വിശാഖപട്ടണത്ത് നടക്കുന്ന ഈ 18ാമത് CITU അഖിലേന്ത്യാ സമ്മേളനത്തിന് വലിയ ദേശീയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഈ സമ്മേളനം ചേർന്നുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ തീരുമാനങ്ങൾ, നയരൂപീകരണം, ഇതെല്ലാം തന്നെയും രാജ്യത്തെ തൊഴിലാളി വർഗം എങ്ങനെ മുന്നോട്ട് പോകണം അതിന് ഒരു ദിശാബോധം പകർന്നു നൽകുന്ന വിധത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കുകയും സംഘടനാ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുകയും ചെയ്യും. ഏതായാലും വിശാഖപട്ടണം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഈ തുറമുഖ നഗരം തൊഴിലാളികളുടെ മഹാസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് കമ്പനികളും എല്ലാം ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള CITUവിൻ്റെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ വിശാഖപട്ടണം ഈ ഒരു സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അത് തൊഴിലാളികളുടെ സമ്മേളനം എന്നതിലപ്പുറത്തേക്ക് ഇന്നത്തെ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം മനസ്സിലാക്കുന്ന ജനങ്ങൾ അവരുടെ വലിയ പിന്തുണയോടി ഈ സമ്മേളനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംഷ, കാരണം ശരിയാണ്. കാരണം സമകാലിക ഇന്ത്യ സംസാരിക്കുന്ന വിധം ഏത് വിധത്തിലാണ്? ഒരറ്റത്ത് സാമൂഹികമായി മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു, രാജ്യത്തിൻ്റെ ബഹുസ്വര സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നു, ജനങ്ങൾക്കിടയിൽ ഭിന്നത വർദ്ധിപ്പിക്കുന്നു, ഇത്യാദി സാമൂഹികമായ പ്രശ്നങ്ങൾ. അതിന് സമാനമായി തന്നെ പുത്തൻ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ കാവ്യങ്ങൾ രചിക്കുന്നു. ക്രോണി ക്യാപിറ്റലിസം എന്ന ചങ്ങാത്ത മുതലാളിത്തം വളരെ ചുരുങ്ങിയ ചില വ്യക്തികളിലേക്ക് മാത്രം രാജ്യത്തിൻ്റെ സമ്പത്ത് വിറ്റുതുലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. അപ്പോഴാണ് സ്വാഭാവികമായും അതിൻ്റെ ഉപോൽപ്പന്നമായും നിർബന്ധിതമായും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ട്രേഡ് യൂണിയൻ രഹിതമായ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമായ കർഷക വിരുദ്ധമായ മണ്ണിൽ പണിയെടുക്കുന്നവനെയും വിയർപ്പുറ്റി പണിയെടുക്കുന്നവനെയും എല്ലാം തിരസ്കരിക്കുന്ന നയങ്ങൾ രൂപീകരിക്കാൻ മോദി സർക്കാർ നിർബന്ധമാകുന്നത്. ഇതെല്ലാം ഒരൊറ്റ കണ്ണിയാണ്. അതിനെതിരെ കൂടിയുള്ള ഒരു ആഹ്വാനമാണ് തൊഴിലാളി വർഗ ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ CITUവിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ സമകാലിക പ്രസക്തി എന്നത്. അത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെയായി ചേരുന്നത്. കർഷകരുടെ സമരം നാം കണ്ടതാണ് രാജ്യത്താകമാനം. അത് ഇടതുപക്ഷം അതിനെ ക്രോഡീകരിച്ചതും നാം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി കൂടുതൽ വിപുലമായ ഐക്യത്തോടു കൂടിയുള്ള ഒരു സ്വഭാവം ഒരു പുതുദിശ വാർത്തെടുക്കുന്നതിൻ്റെ അനിവാര്യതയാണ് ഈ അഖിലേന്ത്യാ സമ്മേളനം കാണിച്ചു തരുന്നത്. കേവലം ഒരു സമ്മേളനം അല്ലെങ്കിൽ അതിലധിഷ്ഠിതം എന്ന അർത്ഥത്തിൽ മാത്രം കാണേണ്ടതല്ല
അതാണ് ഇതിൻ്റെ സമകാലിക യാഥാർത്ഥ്യം. സന്തോഷ് അല്ലേ? തീർച്ചയായും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ CITUവിൻ്റെ സമ്മേളനത്തെ ആ രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമ്മേളനം തന്നെയാണ് വിശാഖപട്ടണത്ത് നടക്കുന്നത്. കാരണം രാജ്യത്തെ തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഈ തൊഴിലാളികൾ രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടായതല്ല. ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ഈ തൊഴിലാളി സമൂഹം, തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണത്. അവരുടെ തൊഴിൽ സമയത്തെ സംബന്ധിച്ചും തൊഴിൽ സുരക്ഷയെ സംബന്ധിച്ചും എല്ലാമുള്ള ഈ അവരുടെ അവകാശങ്ങൾ അവർ നേടിയെടുത്തതാണ്. ആ അവകാശങ്ങളാണ് 4 ലേബർ കോഡുകളിലൂടെ അവരുടെ തൊഴിൽ സമയം ഈ തൊഴിൽ സമയത്തിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കാമെന്ന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമം അനുശാസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടാൻ കഴിയുന്ന സാഹചര്യം സംജാതമാകുന്നു. മാത്രമല്ല ഈ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സംവിധാനമില്ലാതായി മുഴുവൻ സമയവും കരാർ തൊഴിൽ എന്നതിലേക്ക് പ്രോത്സാഹനം നൽകുന്നു. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലേബർ ഈ കോഡിൻ്റെ ഭാഗമായുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തൊഴിലാളികളുടെ സംഘടനാ സംവിധാനത്തെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടെ തകർക്കുന്ന തരത്തിലുള്ള പല നിർദ്ദേശങ്ങളുമാണ് അതിനകത്തുള്ളത്. തൊഴിലാളികൾക്ക് സംഘടിക്കുന്നതിനും സമരം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യുന്ന ലേബർ കോഡുകളാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ രാജ്യത്തെ തൊഴിലാളികളെ മാത്രം നേരിടുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് മാത്രം പ്രയാസമുണ്ടാക്കുന്ന നിയമങ്ങളല്ല, മറിച്ച് രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾ, അതിൽ തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഈ വലിയ സമൂഹത്തിനെതിരെയുള്ള അവർക്ക് പരമാവധി ദ്രോഹം ചെയ്യുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CITU ഇത്തരത്തിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യം പോരാട്ടമാണ്. 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിശ്രമം എന്നതിനെപ്പോലും ഇന്ന് ആഗോളതലത്തിലുള്ള തൊഴിലാളികൾ പോരാടി നേടിയ അവകാശങ്ങൾ അടക്കം ധ്വംസിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ വിശാഖപട്ടണത്തെ അഖിലേന്ത്യാ CITU സമ്മേളനം കൂടുതൽ പ്രസക്തമാകുന്നത്. സന്തോഷമാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.